യോഗത്തിൻ്റെ അധ്യക്ഷൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് യാസിൻ, സ്വാഗതം പറഞ്ഞ രവീച്ചങ്കത്ത്, ഗുരുവായൂർ എം എൽ എ ശ്രീ എം കെ അക്ബർ, ആർട്ടിക എം എൽ എ ശ്രീമതി ഗീതാ ഗോപി, ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ സ്മിതാരേട്ട്, വൈസ് ചെയർമാൻ എ കെ ജോലിയാൽ, പ്രിയമുള്ളവർ, ഒരു വേറിട്ടൊരു യോഗം ഇന്നത്തെ. ഇതുവരെയ്ക്കും ചേംബറിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ല, മറ്റ് സംഘടനകളുടെ ചരിത്രത്തിലും ഈ 5 MLA പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ വിവരങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമായിട്ടില്ല. ഇതിപ്പോൾ ഒരു സത്യത്തിൽ പറയുക കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുകയാണ്. ഗീതാഗോപിക്ക് ഗുരുവായൂരിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഗുരുവായൂർ കൗൺസിലറായി ചെയർമാനും ഇരിക്കുമ്പോഴാണ് നേരിട്ട് പ്രൊമോഷൻ. ഇല്ല, അത് സത്യമല്ലേ? എന്തായാലും ചെന്നായിട്ടുണ്ട്. ഗുരുവായൂരിൻ്റെ വിഷയങ്ങളൊക്കെ ഇവിടെ മുഹമ്മദ് യാസിൻ അവതരിപ്പിച്ചു. അത് ജ്യോതി പറഞ്ഞ് ശരിയാണ്. യാസിൻ ഉദ്ദേശിച്ച് ഗുരുവായൂർ ദേവസ്ഥൻ്റെ വികല്പമായ കാഴ്ചപ്പാട് തന്നെ ഗുരുവായൂരിൻ്റെ പുരോഗതിക്ക് വിലങ്ങതടിയായിട്ട് നിൽക്കും. അതിപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് എന്താ ഗുരുവായൂർ നടന്നത് വെച്ചാൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാകുവാൻ ഇപ്പോൾ പഞ്ചപാണ്ഡവന്മാരെന്ന് പറഞ്ഞ മാതിരി ഗുരുവായൂരുമായി ബന്ധപ്പെട്ട 5 MLA ഒന്ന് സാക്ഷാൽ ഗുരുവായൂരിൻ്റെ MLA എം കെ അക്ബർ, ഗുരുവായൂർക്കാരിയായ ഗീതാ ഗോപി, ഗുരുവായൂർക്കാരനായ നമ്മുടെ VT ബൽറാം, കൂടാതെ നമ്മുടെ ഗുരുവായൂർക്കാരൻ തന്നെയായ വത്സരാജ്, പിന്നെ നമ്മുടെ മണലൂർ MLA. മണലൂർ ഗുരുവായൂർ നഗരസഭയുടെ ചെറിയൊരു ഭാഗം കൂടിയാണ്. ആവശ്യങ്ങൾ അനവധി ഉണ്ടാകും, എല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഗുരുവായൂർ എന്ന ഈ തീർത്ഥാടന നഗരത്തിന് സത്യം പറയിച്ചപ്പോൾ എല്ലാവരും പറയാം ബസ് സ്റ്റാൻഡ് അസ്ഥികൂടം പോലെ കിടക്കണമെന്ന് പറയും. സത്യമാണ്. അതിന് ധനകാര്യ വകുപ്പ് മന്ത്രി ജ്യോതിരാജ് അതിൻ്റെ ബുദ്ധിമുട്ടും പറഞ്ഞു. അത് തല്ലൂടിയിട്ട് എന്ത് ഗ്രാൻഡായാലും വിരോധമില്ല, കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡായാലും വിരോധമില്ല, കേരളത്തിൻ്റെ ഗ്രാൻഡായാലും വിരോധമില്ല. അതെങ്ങനെയും നേടിയേക്കാൻ നിങ്ങൾ 5 പേരും കൂടിയാൽ സാധിക്കും. കൂടുതൽ കുറേ കാര്യങ്ങളൊന്നും പറയില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞ മാതിരി ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. അത് തന്നെയാണ് അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇവർ 5 പേര്. അവർക്ക് അവരിൽ ഏൽപ്പിച്ചിരുന്ന ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായും സത്യസന്ധമായും നിറവേറ്റുവാൻ ശ്രീ ഗുരുവായൂരപ്പനും ജഗദീശ്വരനും അനുഗ്രഹിക്കട്ടെന്ന് പറയാറുണ്ട്. നമുക്ക് ഒരുമിച്ച് ഗുരുവായൂരിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ചും തന്നെ മതമൈത്രി തന്നെയാണ്. അക്ബർ MLA കുഴപ്പമില്ല, ഗീതാ ഗോപി MLA നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നാട് നന്നായിരുന്നു. അതിൽ രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ നമ്മൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും ഒന്നാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ദേവൻ്റെ വാക്യം തന്നെ, ഒരു ആപ്തവാക്യം. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ MLA മാർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.